അൻപാർന്നവരെ, ഇന്നേക്ക് നമ്മുടെ അപ്പമാർക്ക്, ഫാദർ അരുൾ തന്തയർക്ക്, പുതുസാ അരുൾ തന്തയരായ ഇവരോരോർക്കും നമുക്ക് നല്ല കൈതട്ടി വരിക വരിക വരവേൽപ്പ്. MCBS സഭയിലെ നവവൈദികർ പ്രഥമ ദിവ്യബലി അർപ്പണത്തിന് ശേഷം ആദ്യം എത്തിയത് തെരുവിലലയുന്നവർക്ക് അഭയം നൽകുന്ന തെങ്കാശിയിലെ അൻപില്ലത്തിൽ. വർഷങ്ങളായി മാനസിക രോഗികളെയും തെരുവു മക്കളെയും സംരക്ഷിക്കുന്ന ഫാദർ രാജേഷ് വയലുങ്കലാണ് പുതിയ വൈദികരെ സ്വീകരിച്ചത്. ഇത്രയും പുതുവൈദികര് നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാനും ബിനുവച്ചനും ചേർന്ന് ഓർക്കുകയാ, ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനും എന്നാല് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് നല്ല അവബോധമുള്ളവനുമായിരുന്ന സ്നാപക യോഹന്നാൻ ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന വാക്കുകൾക്കാണ് വില. ഇവിടെ എനിക്ക് മുൻപില് ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ഈ 6 പേരെ മുൻപിൽ നിൽക്കുമ്പോൾ ഞങ്ങള് അൻപൂലം അങ്ങേയറ്റം സന്തോഷവാന്മാരാ. കോട്ടയം, എറണാകുളം, താമരശ്ശേരി പ്രൊവിൻസിലുള്ള വൈദികരാണ് തെരുവു മക്കളുടെ ശുശ്രൂഷയെ അടുത്തറിയാൻ വന്നത്. അൻപാർന്നവരെ, ഇന്നേക്ക് നമ്മുടെ അപ്പമാർക്ക്, ഫാദർ അരുൾ തന്തയർക്ക്, പുതുസാ അരുൾ തന്തയരായ ഇവരോരോർക്കും നമുക്ക് നല്ല കൈതട്ടി വരിക വരിക വരവേൽപ്പ്. വൈദിക ജീവിതം ലാളിത്യത്തിലേക്കുള്ള വഴിയാണ് തിരിച്ചറിയുകയായിരുന്നു പുതിയ വൈദികർ. ദിവ്യകാരുണ്യ സഭയിലെ ഫാദർ നിതിൻ തലയാറ്റംപള്ളി, ഫാദർ ജോഷി തുപ്പലഞ്ഞിയിൽ, ഫാദർ അജോ കൊച്ചുറുമ്പിൽ, ഫാദർ ജിനോ വാഴപ്പനാടിയിൽ, ഫാദർ മിജോ കൊല്ലന്റെ കിഴക്കേതിൽ, ഫാദർ ജിൻസൺ കീടംകുറ്റിയിൽ എന്നിവരാണ് അൻപില്ലത്തെത്തിയത്. എൻ്റെ പേര് ഫാദർ ജോഷി തുപ്പലഞ്ഞിയിൽ, MCBS. ഞങ്ങൾ 16 പേരാണ് MCBSൽ ഇപ്രാവശ്യം പട്ടം കിട്ടിയത്. 6 പേര് ഞങ്ങൾ ഈ ഭവനത്തിൽ വരികയുണ്ടായി. അതിൽ തന്നെ ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തി ഞാനാണ് എന്ന് വിചാരിക്കുകയാണ്. കാരണം വിശുദ്ധ കുർബാനയിലെ മുഖ്യ കാർമ്മികനായിട്ട് ഈ ഒരു ആശ്രമത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. വളരെയേറെ സന്തോഷം തോന്നി. എനിക്ക് ഇവിടെ ബലിയർപ്പിച്ചുള്ള അനുഭവം എന്ന് പറയുക, ഞാൻ ആദ്യ ബലിയർപ്പിച്ച അതേ ദിവസത്തെ അതേ അനുഭവത്തിലൂടെയാണ് ഇന്നും ഞാൻ പോയത്. കാരണം വിശുദ്ധ കുർബാനയിലെ ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ജീവനുള്ള ഒരു ശുശ്രൂഷയുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ജീവനുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് ശുശ്രൂഷകളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ഒരുപാട് അൻപൂലത്തിലെ പ്രിയപ്പെട്ട മക്കളുടെ ഇടയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ പേര് ഫാദർ ജിൻസൺ കീടംകുറ്റിയിൽ, MCBS. ഞാൻ ഇന്ന് ഒരു നവപുരോഹിതനായിട്ട് ഇന്ന് ഈ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദമുണ്ട്. തിളങ്ങുന്ന കുർബാനക്കുപ്പായം കണ്ടിട്ട് മാത്രമല്ല ഞാൻ ഈ ഒരു പൗരോഹിത്യം എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചത്, മറിച്ച് ക്രിസ്തുവിനെ കണ്ടിട്ടാണ്, ക്രിസ്തുവിൻ്റെ ജീവിതം കണ്ടിട്ടാണ്. എളിയവരിലേക്ക് ഇറങ്ങി വന്നവനാണ് എൻ്റെ ഈശോ.
ആ ഈശോയെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ പൗരോഹിത്യ ജീവിതം ജീവിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. ഇന്ന് ഈ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ, അൻപുവില്ലം എന്ന് പറയുന്ന ഈ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ അതിയായ സന്തോഷവും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ ഒരു ഭവനം എളിയവരിൽ എളിയവർക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ കൂടെ ഇന്നലെ ഭക്ഷണം കഴിച്ചപ്പോഴും എല്ലാം എന്തെന്നില്ലാത്തൊരു ആനന്ദം ഉണ്ടായി. അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട അതേ ഭക്ഷണത്തിൻ്റെ ഭാഗം ഞങ്ങളും അനുഭവിച്ചപ്പോൾ വയറ് മാത്രമല്ല നിറഞ്ഞത്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് നിറഞ്ഞു. ഈ ഒരു ആനന്ദം എല്ലാവർക്കും എല്ലാവരിലേക്കും ചൊരിയപ്പെടേണ്ടതാണ്. സാധിക്കുമെങ്കിലൊക്കെ ഈ ഒരു ഭവനത്തിലേക്ക് എല്ലാവരും കടന്നു വരിക.